ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ബട്ടർ ചിക്കനാണ്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അതേസമയം നല്ല ടേസ്റ്റുമാണ്. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1/2 കിലോ എല്ലോട് കൂടിയ ചിക്കൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ചിക്കനും എടുക്കാം. നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു 20 മിനിറ്റ് നമുക്ക് അങ്ങനെ വെക്കാം. എന്നിട്ട് പിന്നെ നമുക്കതൊരു പാത്രത്തിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേവിക്കാൻ വെക്കുകയാണ്. ഇതിൽ ഞാൻ എണ്ണയോ വെള്ളമോ ഒന്നും ചേർക്കാതെ തന്നെയാണ് വേവിക്കാൻ വെക്കുന്നത്. ദേ ഇപ്പം ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് ഇത് വെന്തോളും. ഇതാണെങ്കിൽ പെട്ടെന്ന് വേവും ചെയ്യും, ഈ ചിക്കന് അധികം വേവുമില്ല. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. അങ്ങനെ ഈ വെള്ളമെല്ലാം വറ്റി ഡ്രൈ ആക്കിയിട്ട് വേണം ഈ ചിക്കൻ എടുക്കാനായിട്ട്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വെള്ളം അധികം ആവുകയാണെങ്കിൽ അത് വെള്ളം ഡ്രൈ ആക്കി എടുക്കുക. ഇനി അതേ പാത്രത്തിൽ തന്നെ ഞാൻ 2 സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി ചേർത്തിട്ട് ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ബട്ടർ ചിക്കന് നല്ല കളറും നല്ലൊരു ടേസ്റ്റും വരും, ഈ ബട്ടറിൽ തന്നെ നമ്മൾ മുളക് പൊടി ചേർക്കുമ്പോൾ. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ ഉണ്ടായിരിക്കും. അപ്പോൾ വേറെ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഈ കസൂരി മെത്തിയും ഈ കച്ചപ്പും മുളക് പൊടിയും എല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റി എന്നിട്ട് നമുക്ക് ടൊമാറ്റോ പ്യൂരി ചേർക്കാം. ഈ ടൊമാറ്റോ പ്യൂരി ഞാൻ 3 മീഡിയം സൈസ് ടൊമാറ്റോ പ്യൂരി ഒരു ജ്യൂസറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് ഇനി ഇതിലേക്ക് ഒഴിച്ച് നമ്മൾ നല്ലോണം വഴറ്റി അതിൻ്റെ ഒരു റോ സ്മെല്ലും പോയി ആ എണ്ണ തെളിയുന്നത് വരെ ഇതുപോലെ നന്നായി വഴറ്റുക. നിങ്ങളിത് മേലേക്ക് തെറിക്കുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ചിലപ്പോൾ ഇത് കയ്യുമ്മേലേക്കൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്, നല്ല ചൂടായിരിക്കും. അപ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങളിത് ഇളക്കാൻ നിൽക്കണം. ഇതിലേക്ക് ഞാൻ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല. ഇനി കുറച്ച് ഉപ്പ് ഞാൻ ചേർക്കട്ടെ. നേരത്തെ ചിക്കൻ വേവിക്കുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ കറീൻ്റെ വെള്ളമൊക്കെ വറ്റി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ ഇതാ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി പച്ചമണമൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു കട്ടിയുള്ളൊരു ഗ്രേവി ആയിട്ടുണ്ട്. മേലെ എല്ലാം എണ്ണ തെളിയാൻ തുടങ്ങിയിട്ടുമുണ്ട്. ഈ സമയത്താണ് നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് അരച്ചത് ചേർക്കേണ്ടത്.
അരക്കപ്പ് അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരുന്നു. അത് നല്ല പേസ്റ്റാക്കി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ആ പേസ്റ്റാക്കിയ അരപ്പിലേക്ക് ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇളക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഇത് നന്നായി ഇളക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായി യോജിപ്പിക്കുക. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചൂടുവെള്ളം ഒഴിക്കാനായിട്ട്. ഇപ്പം നിങ്ങൾക്ക് ഈ കറിക്ക് എത്ര തിക്നെസ് വേണം അല്ലെങ്കിൽ എത്ര കൺസിസ്റ്റൻസി വേണം അതിനനുസരിച്ച് നിങ്ങൾ ചൂടുവെള്ളം ചേർക്കുക. ഞാനിവിടെ 2 കപ്പ് ചേർത്തിട്ടുണ്ട്. ഈ ഗ്രേവി നന്നായി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച കോഴി ചേർക്കാം. നേരത്തെ വേവിച്ച കോഴി ആയതുകൊണ്ട് കൂടുതൽ നേരം ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഇതിലിട്ട് നന്നായി ഒന്ന് തിളച്ചാൽ മതിയാവും. ഇനി ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ ഇതിൽ ചേർക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അല്ലെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ തേനായാലും മതി, ഏതാ നിങ്ങളുടെ ഇഷ്ടമെന്നനുസരിച്ച് അതും കൂടെ ചേർക്കുക. എങ്ങനെ മധുരം കൂടെ ചേർക്കുമ്പോൾ ഈ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലയാണിത്. നിങ്ങളുടെ കയ്യിൽ ഗരം മസാല ഉണ്ടെങ്കിൽ അതന്നെ ചേർക്കുക. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഗരം മസാലയുടെ റെസിപ്പി ഞാൻ ഇതിൻ്റെ കൂടെ ഇടാം. നിങ്ങൾ അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെയും ചേർക്കാം. ഏതാ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. അവസാനമായിട്ട് ഇനി ഞാൻ കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിൽ കുറച്ച് ഫ്രഷ് ക്രീമും കുറച്ച് ബട്ടറും ചേർത്തിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ കമൻറ്റ്സ് എഴുതി അറിയിക്കുക. താങ്ക് യു. If you like my mother's recipe, please hit the subscribe button and hit the bell and give it some likes. Thank you.